ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അവർ ആരടിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു 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 നീതി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അത് ശരി തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ നെറികേടിനും കൂട്ടുനിന്ന ഷിയാക്കളുടെ തലവൻ മരിക്കുമ്പോ നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ അതിനെ ദിവ്യപുരുഷനായി, ആവേശപുരുഷനായി, പുണ്യപുരുഷനായി ഏറ്റെടുക്കുകയാണ്. എല്ലാ നിലക്കും മുസ്ലിം ഉമ്മത്തിൽ കുതന്ത്രമുണ്ടാക്കിയ അത്തരം ആളുകളെ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്താൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആ ജൂതന്റെ ഖബർ എന്നുള്ളത് ഇറാനിലാണ്. ബാബാ ഷുജാഉദ്ദീൻ എന്ന പേരിൽ ഇന്ന് ഖബർ ഇറാനിൽ ഒരു പ്രത്യേക ഖബറൊക്കെ പ്രത്യേക ജാല രൂപത്തിൽ കെട്ടിയുണ്ടാക്കി ഇന്ന് ഇറാനിലെ ഷിയാക്കൾ മരണപ്പെട്ട ആയത്തുള്ള ഖുമൈനി അടക്കം സിയാറത്ത് ചെയ്യുന്ന ഖബർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന്റെ ഖബർ ആരാധിക്കുന്ന, അതിനെ വന്ദിക്കുന്ന നാട്ടിലാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത്. പലപ്പോഴും ഇസ്രായേലികൾ പലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയ എണ്ണം നമ്മൾ വായിക്കാറുണ്ട്. പലസ്തീനിൽ ഇസ്രായേലികൾ കൊന്നൊടുക്കിയ അവിടെയുള്ള മനുഷ്യരുടെ 10 മടങ്ങ് ഇറാനിലെ സുന്നികളെ 1979 ഇന്ന് മരണപ്പെട്ട ഇതേ ഖുമൈനി നേതൃത്വം നൽകി അവിടെ വിപ്ലവം നടത്തി 15 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ 6 മാസത്തിനുള്ളിൽ, അഥവാ സുന്നികളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സുന്നികളെ ബഷാറുൽ അസദിന്റെ നേതൃത്വത്തിൽ 15 ലക്ഷത്തോളം സുന്നികളെ കഴുത്തറുത്ത് ഈ മനുഷ്യൻ കൊന്നൂണ. ഈ മനുഷ്യനെ നിന്ന് താരപരിവേഷം നൽകി അദ്ദേഹം വലിയ ശുഹദാക്കളിൽപ്പെട്ടയാളാണ് എന്ന് വിശദീകരിക്കുന്നത്. ആ ഷിയാക്കളുടെ പോരാട്ടത്തിന് പ്രിയമുള്ള വിശ്വാസികളെ, സുന്നത്തിനെ പിൻപറ്റുന്നവരെ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഐക്യദാർഢ്യം ഉണ്ടാവരുത്. നമ്മൾ യുദ്ധത്തിനെതിരാണ്, പക്ഷേ അത് അഹ്ലുസുന്നത്തിനെ കശാപ്പ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഐക്യദാർഢ്യമായി മാറരുത് എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.